ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നമ്മൾ എന്തെല്ലാമാണ് കാണുന്നത്? ഇത് നമ്മുടെ ഫോൺ എടുത്താൽ മറ്റുള്ളവർക്ക് കൂടി കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് മറ്റുള്ളവർ കാണുന്നത്? അതുപോലെ മറ്റുള്ളവർ കാണാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, എൻ്റെ ഈ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഡേറ്റ് അടക്കം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ യെസ്റ്റർഡേ എന്ന് വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ കണ്ട വീഡിയോസിൻ്റെ ലിസ്റ്റെല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇപ്രകാരം നിങ്ങളുടെ മൊബൈൽ എടുത്താലും ആർക്കും ഇതുപോലെ നിങ്ങൾ എന്തെല്ലാമാണ് കാണുന്നത് എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ എന്താണ് വീഡിയോസ് കാണുന്നത്, അതുപോലെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസ് എന്താണ്, ഇതൊന്നും മറ്റുള്ളവർക്ക് കാണേണ്ട എങ്കിൽ നമ്മൾ ഒരു കാര്യം നമ്മുടെ യൂട്യൂബിൽ സെറ്റ് ചെയ്തിരിക്കണം. അതായത് നമ്മുടെ ഹിസ്റ്ററി നമ്മൾ ഓഫ് ചെയ്യണം. എന്നാൽ ഇപ്പോൾ യൂട്യൂബ് ഇതിനായി കൊണ്ടുവന്നിരിക്കുന്ന സെറ്റിങ്സിൽ ഒരുപാട് മാറ്റമെല്ലാം വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഇത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ആക്സസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ഗൂഗിൾ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും പോയി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സെറ്റിങ്സ് എല്ലാം മാറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ പേര് നിവേദ്. ഇതുപോലെയുള്ള നല്ല നല്ല ടെക് വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂട്യൂബിൽ നമ്മൾ കാണുന്ന വീഡിയോസ്, അതുപോലെ നമ്മുടെ വാച്ച് ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ റെക്കമെൻഡഡ് വീഡിയോസ് ഇതെല്ലാം ഓഫ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ ആദ്യം പോകേണ്ടത് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഈ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ ഒരു സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മാനേജ് ഓൾ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ മാനേജ് ഓൾ ഹിസ്റ്ററി എന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ ഏതെല്ലാം വീഡിയോസ് ആണ് കണ്ടിരിക്കുന്നത് എന്നെല്ലാം മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഡിസേബിൾ ചെയ്യണം. അതായത് മറ്റുള്ളവർക്ക് കാണേണ്ട എങ്കിൽ ഇവിടെ ഏറ്റവും മുകളിലായി നമുക്ക് രണ്ട് ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. നോട്ട് സേവിങ് യുവർ യൂട്യൂബ് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ട ഹിസ്റ്ററി, നമ്മൾ എന്തെല്ലാമാണ് വീഡിയോസ് കണ്ടിരിക്കുന്നത് അതിൻ്റെ ഹിസ്റ്ററി സേവ് ചെയ്യേണ്ട എന്നാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിൽ ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നോട്ട് സേവിങ് യുവർ യൂട്യൂബ് ഹിസ്റ്ററി എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് യൂട്യൂബ് വീഡിയോസ് ദാറ്റ് യു വാച്ച് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വാച്ച് ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ ഹിസ്റ്ററി, അതുപോലെ ഇതിന് താഴത്ത ഇൻക്ലൂഡ് യുവർ സെർച്ചസ് ഓൺ യൂട്യൂബ് എന്ന് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ എന്താണോ യൂട്യൂബിൽ സെർച്ച് ചെയ്തിരിക്കുന്നത് ഇത് മറ്റുള്ളവർക്ക് കാണേണ്ട എന്നാണ് വേണ്ടതെങ്കിൽ ഇപ്രകാരം ഇത് ഓരോന്നും നമ്മൾ ടിക്ക് ചെയ്യുമ്പോൾ ഇത് എനേബിൾ ആകും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും എനേബിൾ ചെയ്യാം. അതിനായി ഞാനിവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ടേൺ ഓൺ യൂട്യൂബ് വാച്ച് ഹിസ്റ്ററി എന്ന് വന്നിട്ടുണ്ട്. ആദ്യം ഞാനിത് ഓൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വാച്ച് ഹിസ്റ്ററി ടേൺ ഓൺ ആയിരിക്കുകയാണ്. അതുപോലെ ഇൻക്ലൂഡ് യുവർ സെർച്ചസ് ഓൺ യൂട്യൂബ് എന്നത് കൂടി ഞാൻ ഇപ്രകാരം ഇത് ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇനി നമ്മൾ ഇത് രണ്ടും ഇപ്പോൾ ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇപ്രകാരം ഇനി ഈ രണ്ട് ഓപ്ഷൻസ് ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കണമെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചാലാണ് നമുക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ കണ്ടന്റ്, നമ്മൾ എന്താണ് സെർച്ച് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഏതെല്ലാം വീഡിയോ ആണ് കണ്ടിരിക്കുന്നത് എന്നൊന്നും കാണാതിരിക്കുക. അതിനാൽ ഇവിടെ ഏറ്റവും മുകളിലായി നിങ്ങൾക്ക് ടേൺ ഓഫ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം ടേൺ ഓഫ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് പോസ്റ്റ് യൂട്യൂബ് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിലുള്ള ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അതായത് നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന കണ്ടന്റിന് അനുസൃതമായ വീഡിയോസ് എല്ലാം നമുക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാച്ച് ഹിസ്റ്ററി ഓൺ ആയിരിക്കണം. അതായത് നിങ്ങൾ എന്തെങ്കിലും കണ്ടന്റ് എല്ലാം സെർച്ച് ചെയ്തു, നിങ്ങൾക്ക് അതുപോലെയുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബ് സജസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വാച്ച് ഹിസ്റ്ററി ഓൺ ആയിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ഹിസ്റ്ററി മറ്റുള്ളവർ കാണേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്കിത് പോസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതിനായി ഇവിടെ താഴത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ് ഓഫ് എന്ന് വന്നിട്ടുണ്ട്. അതിന് താഴെയായി നോട്ട് സേവിങ് ന്യൂ യൂട്യൂബ് ഹിസ്റ്ററി എന്ന് വന്നിട്ടുണ്ട്. അതായത് ഇനി നമ്മൾ പുതുതായി എന്ത് തന്നെ യൂട്യൂബിൽ കണ്ടാലും, അതുപോലെ നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്താലും ഇതിൻ്റെ ഇൻഫർമേഷൻ ഒന്നും സ്റ്റോർ ആവുകയില്ല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ ഇത് നമ്മൾ ഓക്കെ എന്ന് കൊടുക്കാം.
ഇനി നമുക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ ഇനി നമ്മൾ എന്ത് സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ഏത് വീഡിയോ ആണ് കാണുന്നത് ഇതൊന്നും മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നിലവിൽ നേരത്തെ നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അത് ഇനി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്ന് നോക്കാം. അതായത് ഇത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സെർച്ച് ചെയ്ത വീഡിയോസ് ഇതെല്ലാം ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി വീണ്ടും സെറ്റിംഗ്സ് എന്നതിൽ പോയതിനു ശേഷം മാനേജ് ഓൾ ഹിസ്റ്ററി എന്നതിൽ തന്നെ പോവുക. അതിനുശേഷം ഇവിടെ നമുക്ക് കുറച്ച് വീഡിയോസ് എല്ലാം കാണാം. ഇതെല്ലാം ഞാൻ ഈ സെറ്റിംഗ് ഇത് ഓഫ് ചെയ്ത് വെക്കുന്നതിന് മുമ്പേ കണ്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് ആണ്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യുന്നതിനായി നമുക്ക് ഇപ്രകാരം പോകുമ്പോൾ ഇതിന് മുകളിലായി ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അതായത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഡിലീറ്റ് എന്ന് കൊടുക്കാം. അതിനുശേഷം ഡിലീറ്റ് ഓൾ ടൈം അല്ലെങ്കിൽ ഡിലീറ്റ് ടുഡേ, ഡിലീറ്റ് കസ്റ്റം റേഞ്ച്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഡിലീറ്റ് ടുഡേ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ എന്തെല്ലാം വീഡിയോസ് ആണ് കണ്ടിരിക്കുന്നത് അത് മാത്രമായി ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് കസ്റ്റം റേഞ്ച് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കസ്റ്റം റേഞ്ച് സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് 10 ദിവസം ബാക്കിലുള്ള ഹിസ്റ്ററി എല്ലാമാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ 10 ദിവസത്തെ ഡേറ്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ആ 10 ദിവസത്തെ മാത്രമായി ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയല്ല നമ്മളെ കണ്ടിരിക്കുന്ന എല്ലാ ഹിസ്റ്ററിയും, അതായത് നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന എല്ലാ ഹിസ്റ്ററിയും ക്ലീൻ ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓൾ ടൈം എന്ന 3ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഡിലീറ്റ് ഓൾ ടൈം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. കൺഫേം യു വുഡ് ലൈക്ക് ടു ഡിലീറ്റ് ദി ഫോളോവിങ് ആക്ടിവിറ്റി. ദിസ് ആക്ഷൻ വിൽ ഡിസേബിൾ യൂട്യൂബ് ഫീച്ചേഴ്സ് ദാറ്റ് റിലേ ഓൺ യൂട്യൂബ് ഹിസ്റ്ററി ടു പേഴ്സണലൈസ് യുവർ എക്സ്പീരിയൻസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൺഫേം ആണോ അതോ നിങ്ങൾക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം വീണ്ടും നമുക്ക് റെക്കമെൻഡേഷൻ ഒന്നും നമ്മുടെ ഹിസ്റ്ററി ബേസ് ചെയ്ത് കിട്ടില്ല എന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതിനാൽ തന്നെ നമ്മൾ ഇത് ഡിലീറ്റ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നോ ആക്ടിവിറ്റി എന്ന് വന്നിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇത്രയും കാലം നമ്മൾ എന്തെല്ലാമാണ് യൂട്യൂബിൽ കണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ ആർക്കും തന്നെ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ കാണാൻ സാധിക്കില്ല. അതുപോലെ ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള സെർച്ച് ഹിസ്റ്ററി അതുപോലെ നമ്മൾ കണ്ട വീഡിയോസിൻ്റെ ഹിസ്റ്ററി ഇതൊന്നും കാണാതിരിക്കാൻ നമ്മൾ ഇവിടെ ഈ സെറ്റിങ്സിൽ പോയി നമ്മൾ ഈ യൂട്യൂബ് ഹിസ്റ്ററി ഇപ്പോൾ ഓഫ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് ഇനി നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ ഫീഡ് ആവുകയുമില്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്